പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയിലുള്ളവർ അനീതി കാട്ടിയെന്ന് തോന്നിയിട്ടുണ്ടോ? പാർട്ടി എന്നോട് അനീതി ഒന്നും കാണിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ട് എന്താ അനീതി കാണിച്ചത്? പാർട്ടിയിലുള്ള ചിലത് കാണിച്ചിട്ടുണ്ടല്ലോ. അവരോട് കാണിച്ചിട്ടുണ്ടാവും ആരെങ്കിലും. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു പ്രസ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാവും. എന്നാലും നമ്മളോട് കാണിക്കാൻ പാടില്ലാത്ത അങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ചിലർ ചെയ്തിട്ടുണ്ട്. അത് റിപ്പയറൊന്നും പറയുന്നില്ല. ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാം ഏതൊരു കൊച്ചു കുഞ്ഞിനും മതി, കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അമ്പലപ്പുഴയിലും ആലപ്പുഴയും മതി, ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം ഇത് മനഃപൂർവ്വം ജയിച്ചാണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ അത് ബാധിക്കുന്നില്ല. അത് ചെയ്തവരുടെ മനസ്സിനെ ബാധിക്കും, അവരുടെ ഭാവിയും ബാധിക്കും. അത്രേ എനിക്ക് പറയാം. ഞാനത് അപ്പീൽ കൊടുക്കാൻ പോയില്ല. എനിക്ക് വേണ്ട സെൻട്രൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞാൻ റിവ്യൂ കൊടുക്കാൻ ഒന്നും എൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ശരിയാണ് ചെയ്തത്. ഞാൻ ജില്ലയിലെ മുഴുവൻ കാൻഡിഡേറ്റ്സിനും വേണ്ടി ക്യാമ്പയിൻ നടത്തി. അതൊക്കെ രേഖയുണ്ടല്ലോ അവിടെ. എനിക്കന്ന പരിപാടികൾ. പാർട്ടി എന്ന് വെച്ചാൽ കമ്മിറ്റിയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി അവിടെ പാർട്ടി വെക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അത് പാർട്ടിയിൽ അത് വെക്കുകയുള്ളൂ. ആ റിപ്പോർട്ട് പാർട്ടി ആശ്രയിച്ച് അംഗീകരിച്ചല്ലോ. അംഗീകരിച്ച് ഞാൻ ഈ പാർട്ടി കാണത്തില്ലായിരുന്നു. അതുപോലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ആരോട് ചോദിച്ചിട്ടൊക്കെ എഴുതില്ല, ആര് പറഞ്ഞിട്ടാണ്. പാർട്ടി അപ്പോൾ ഇങ്ങനെ ഒരു ജയിച്ചു കഴിഞ്ഞാൽ MLA ഇങ്ങനെ പരാതി കൊടുത്തു, കമ്മീഷൻ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ഈ സാഹചര്യത്തിൽ ഒരു താക്കീത്, ഒരു ജാഗ്രത, അതാണ് ജാഗ്രതയ്ക്ക് ഒരു താക്കീത്, ജനം അറിയട്ടെ, ഇത്രയേ ഉള്ളൂ. വെറുതെ ഉണ്ടായില്ലല്ലോ. റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഐ വിൽ നോട്ട് ബി ഇൻ ദ പാർട്ടി, വിൽ ബി എക്സ്പെൽഡ്. അതുപോലെ റിപ്പോർട്ട് എഴുതി വെച്ചത്. അതിനുശേഷം CM എന്ത് പറഞ്ഞു? CM പറഞ്ഞത് കാര്യമില്ല. സുധാകരൻ അവിടെ അനാവശ്യങ്ങളൊന്നും കാണിച്ചില്ല. സുധാകരൻ കൊണ്ട് നിന്നുകൊണ്ടാണ് ജയിച്ചത്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ പരാതി എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നിയെന്ന് പറയും. അപ്പോൾ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. തന്നെ എന്നോട് സെക്രട്ടറി കൊടിയേരി ഇതേ വാദ്യം ചോദിച്ചു. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ജയിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പരാതിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ഉള്ളതുകൊണ്ടായിരിക്കും അവർ താക്കീത് ഒതുക്കിയത്.